നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ഇന്നത്തെ നമ്മുടെ വിഷയം കറ്റാർ വാഴയെ പറ്റിയിട്ടുള്ളതാണ്. കറ്റാർ വാഴ ജെല്ല് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലുള്ള ജെല്ല് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നമുക്ക് മുഖം സംരക്ഷിക്കാൻ സാധിക്കുന്നത്, പലതരത്തിൽ നമുക്കത് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ കൂട്ടുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കറ്റാർ വാഴയിൽ നമുക്ക് ഏകദേശം ഒരു 96% അതിൽ വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ്. പ്രത്യേകിച്ച് സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ നമുക്ക് സൺടാൻ ഒക്കെ വന്നിട്ടുള്ള പാടുകൾ, കരിവാളിപ്പുകൾ മാറാൻ വേണ്ടിയിട്ട്, സൺബേൺസിൻ്റെ പാടുകളൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോയിങ്ങും മോയ്സ്ചർ കണ്ടൻറ്റും നമ്മുടെ സ്കിന്നിനെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും. നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി നമുക്കതിൻ്റെ ഉപയോഗ രീതികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്സിനും ഈ ഒരു കറ്റാർ വാഴ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു കറ്റാർ വാഴയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് വരുന്നത്, നമുക്ക് സൺടാൻ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആ ഒരു കരിവാളിപ്പിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുഖത്ത് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടാൻ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലാവശ്യമായിട്ടുള്ളത്, നമുക്ക് കറ്റാർ വാഴ ജെല്ല്, നമുക്ക് വീട്ടിലുള്ള ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ്. എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു മഞ്ഞ ഒരു ഭാഗം ഉണ്ടാവില്ല, അത് മുറിച്ചതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട്, അതിൻ്റെ തോല് കാര്യങ്ങളൊന്നും അല്ല, അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ചിലർക്ക് കറ്റാർ വാഴ നമുക്ക് അലർജി കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതിന് കാരണം ഈ ഒരു ജെല്ല് നമ്മളത് മുറിച്ച് കഴിയുമ്പോഴേക്കും ഒരു ചെറിയൊരു മഞ്ഞ കളറ് ഒരു ലിക്വിഡ് വരും. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കറ്റാർ വാഴ ജെല്ല് 2 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നമുക്ക് കോഫി പൗഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാപ്പിപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് നമുക്ക് തേനും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കറ്റാർ വാഴ ആദ്യം നമ്മൾ ഒരു ചെറുതായിട്ട് നമുക്കൊരു ക്യൂബ് ഫോമിലായിരിക്കുമല്ലോ നമുക്കത് കിട്ടുന്നുണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് കൈകൊണ്ട് ഉടയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് വേണം ഈ ഒരു കോഫി പൗഡറും ഈ ഒരു തേനും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മുഖത്ത് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. കൈകൾക്കൊക്കെ ഉണ്ടെങ്കിൽ കൈകളിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് വരെ നമ്മൾ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഏകദേശം ഉണങ്ങുന്നിട വരെ വെച്ചിട്ട് അത് ചുളിക്കാനൊന്നും പാടില്ല. ഉണങ്ങിയതിന് ശേഷം ഒരു തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ടാൻസിൻ്റെ പ്രശ്നങ്ങളും, പലതരത്തിലുള്ള ടോൺസ്, നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ മുഖത്തൊക്കെ കൈകളിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനെ കളർ വ്യത്യാസങ്ങൾക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മുഖക്കുരു മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് ഏകദേശം ഒരു 2 സ്പൂണ് തന്നെ നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് എടുക്കാവുന്നതാണ്. അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, കസ്തൂരി മഞ്ഞളുടെ പൊടി ഒരു 1/4 സ്പൂൺ ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് 1 സ്പൂണ് ആര്യവേപ്പിൻ്റെ നീര്, അത് 1 സ്പൂൺ എടുക്കുക. ആര്യവേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ തുളസിയുടെ നീരും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 നീരിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. 2 കൂടി മിക്സ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ 2ൽ ഏതെങ്കിലും ഒരു നീര് നിങ്ങൾ 1 സ്പൂൺ നിങ്ങളുടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മുഖക്കുരുള്ള ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയുക, ചെറു ചൂടോടെ കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം തന്നെ മുഖത്ത് ലഭിക്കുന്നതാണ്. നമുക്കൊരു നാച്ചുറൽ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രീം എന്നുള്ള രീതിയിൽ, നൈറ്റ് ക്രീം എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് ഈ അലോവേറ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് കറ്റാർ വാഴ, നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കറ്റാർ വാഴ യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ക്രീം കൺസിസ്റ്റൻസി പോലെ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സ്റ്റോറേജ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 5 ദിവസം വരെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന കറ്റാർ വാഴ കൊണ്ട് സ്റ്റോറേജ് കിട്ടുള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം വരെയൊക്കെ നമുക്ക് ആ ഒരു പാക്സ് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത്, നമ്മൾ ഏകദേശം ഒരു 4 സ്പൂൺ കറ്റാർ വാഴ എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പുറത്ത് നമ്മൾ വീട്ടിലുള്ള കറ്റാർ വാഴയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് എടുക്കുക, ജ്യൂസി ഫോം ആക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ ഗ്ലിസറിനാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചിട്ട് ഒഴിക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. രാത്രിയിൽ ഇതിനകത്തുനിന്ന് കുറച്ച് എടുത്ത് മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്ത്
ചെയ്തതിന് ശേഷം ഇത് ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് അതിനുശേഷം രാവിലെ ഇത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗ്ലിസറിനും അലോവേറ ജെല്ലും കൂടിയിട്ട് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് മുഖത്തിന് വേണ്ടിയിട്ട് നല്ല ഹൈഡ്രേഷൻ വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്ന് പെട്ടെന്ന് ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ രീതികളിലൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്കൊരു പാക്സിൻ്റെ രീതിയിലാണ് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് ലഭിക്കണം, എല്ലാ സ്കിൻ ടൈപ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന കറ്റാർവാഴ യൂസ് ചെയ്തുകൊണ്ട് ഒരു പാക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് കടലമാവാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, എല്ലാ സ്കിന്നിനും പറ്റിയത്. അപ്പോൾ 1 സ്പൂണ് കടലമാവ് എടുക്കുക, അതിനകത്തേക്ക് 2 സ്പൂണ് നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക, അത് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് മൊത്തമായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുരുഷന്മാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്ത്രീകൾ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂണും താഴെയായിട്ട് കസ്തൂരി മഞ്ഞൾ ഇടുക, യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മുഖത്ത് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. ഈ രീതികളിലൊക്കെയാണ് നമുക്ക് കറ്റാർവാഴ യൂസ് ചെയ്ത് നമ്മുടെ മുഖം സംരക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരുപാട് പാക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്താണോ പ്രശ്നങ്ങളായിട്ടുള്ളത്, ഇപ്പോൾ പിമ്പിൾസിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലോ വർദ്ധിക്കാനാണോ ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ അതിനുള്ളതൊക്കെ തന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ആ ഒരു ക്രീം മാത്രം നമുക്ക് എല്ലാ ദിവസവും രാത്രിയിൽ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെയധികം എഫക്റ്റ് നൽകുന്നതാണ്. നമ്മൾ കറ്റാർവാഴ ഹെയറിന് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.